നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പി നോക്കാം. വെയിറ്റ് ലോസിനെല്ലാം ട്രൈ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഒരു അടിപൊളി ഐറ്റമാണ്. അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കണം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു സവോള വളരെ കനം കുറച്ച് അരിഞ്ഞതാണ്, വളരെ ചെറിയൊരു സവോളയാണ്, അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചീര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയില ആണെങ്കിലും പാലക്കാണെങ്കിലും എന്തായാലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ചീരയാണ് എടുത്തിട്ടുള്ളത്, ചുവന്ന ചീരയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിളിലേക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ മുട്ടയിലെല്ലാം ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വെന്ത് വരേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്കത് പാനിൽ ജസ്റ്റ് ഒന്ന് പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത് മുട്ട എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. താങ്ക് യു.